സൂത്ര കരയുന്നത്? അത് തെറ്റാ. 4 കാല് പോലെയല്ല, വാലിൽ നഖമില്ലല്ലോ. ക്ലാസ്സിൽ കേറണ്ട അല്ലേ? എന്നാൽ നമുക്ക് കളിച്ചാലോ? 20 കാലെന്ന് എഴുതിയാൽ മതിയോ? പകുതി ഞാൻ എഴുതാം സൂത്ര. എഴുതാം. നീ പകുതി എഴുതിക്കോ, ബാക്കി പകുതി ഞാൻ എഴുതാം. സൂത്ര, ഞാൻ എഴുതി. പകുതി എഴുതി. ഇൽ 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 എന്ന് 20 എണ്ണം. എന്നെഴുതിയില്ലേ? അയ്യോ, ഇന്നും പോയി. എന്താ ചേട്ടാ പ്രശ്നം? വെള്ളം കോരി വെച്ചത് പോയി. കഷ്ടപ്പെട്ട് പുഴയിൽ നിന്ന് കോരി കൊണ്ടുവന്ന് നിറച്ചതാ. ആരോ രാത്രി വന്ന് മോഷ്ടിക്കുന്നതാ, എനിക്ക് ഉറപ്പാ. പാത്രത്തിന് ചോർച്ച കാണും. അതൊന്നുമല്ല, കല്ലിന്റെ പാത്രം ചോരുമോ? പാത്രം ചോരില്ല, പക്ഷെ വെള്ളം ചോരും. ഇതിപ്പോ പല തവണയായി. ആ കള്ളനെ പിടിക്കണം. കള്ളനെ കിട്ടണോ അതോ വെള്ളം കിട്ടണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? പോയത് പോട്ടെ, നമുക്ക് വെള്ളത്തിന് വേറെ വഴി ഉണ്ടാക്കാം. അതിന് വഴിയിൽ വെള്ളം കിട്ടണ്ടേ? എടോ, താൻ അടികുഴി കരടിയെ വിളിക്ക്. ഇവിടെ അടുത്തല്ലേ? ഇവിടെ ഒരു കിണർ കുഴിച്ചാലോ? മനുഷ്യരുടെ സ്ഥിരം പരിപാടിയാ. മുറ്റത്ത് കിണറുണ്ടെങ്കിൽ എന്തിനാ വെള്ളം ചുമക്കുന്നത്? അത് ശരിയാ. ഡിഗുഴി ഒഴിച്ചോളും. ഓളെ കിട്ടി. ആ, ഡിഗുഴി വന്നു. ഡിഗുഴി, ദാ ഇവിടെ വെള്ളം കിട്ടുമോ? കിട്ടും, പക്ഷേ കുറച്ചു നേരത്തെ പണിയുണ്ട്. അണിതു, ഞങ്ങള് പോയിട്ട് വരാം. സൂത്ര, വെള്ളം കിട്ടി. 12 അടി ആഴത്തിൽ കുഴിച്ചിട്ടാ വെള്ളം കണ്ടത്. ഒമ്പടോ, അപ്പോൾ താനാണല്ലോ ഈ പാവത്തിന്റെ വെള്ളം കൊണ്ടെടുത്തത്. അനാവശ്യം പറയരുത്. അത് സൂത്രനത് കണ്ടുപിടിച്ചു, അതുകൊണ്ടാ തന്നെ കൊണ്ട് കൊഴിപ്പിച്ചത്. അത് ശരി, അപ്പൊ 2 പേരും ചേർന്നുള്ള കളിയാണ്. പറയടാ, ആരുടെ വെള്ളം കണ്ടത്? പട്ടേ, കൊട്ടെടുത്ത വെള്ളം ഡിഗുഴി ഇവിടെ ഒളിപ്പിച്ചതാണെന്നാ ഞാൻ വിചാരിച്ചത്.